നമസ്കാരം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് 26 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വ മുഖത്തിന് കളങ്കം വരുത്തിയവർ ഇന്നും സുരക്ഷിതർ തന്നെയാണ്. അത്തരക്കാരുടെ വേട്ട ഇന്നും ഈ രാജ്യത്ത് തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പൊതുജനം അറിയേണ്ട കുറച്ച് സത്യങ്ങളുണ്ട്. ആ സത്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത്. 2003 അതായത് NDA സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് തർക്കഭൂമിയായ അയോധ്യയുടെ മണ്ണിൽ അവിടെ ബാബരി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ തെളിവ് എന്താണ്, അങ്ങനെ അവിടെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് പറഞ്ഞ് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് NDA സർക്കാർ ഒരു സംഘത്തെ ബാബരി മസ്ജിദിന്റെ പരിസരത്തിലേക്ക് അയക്കുന്നു. BR മണിയുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് അവിടെ എത്തുന്നത്. അവർ പരിശോധന നടത്തി. അവർ അവിടെ നിന്ന് കുറച്ച് ക്ഷേത്രത്തിന്റെ അംശങ്ങളാണെന്ന് പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ചു ക്ഷേത്രത്തിന്റെ ഭാഗമായി കാണുന്ന കുറച്ച് കാര്യങ്ങളെ എഴുതിയെടുത്ത് 6 മാസത്തെ പരിശോധനകൾക്ക് ശേഷം ഓഗസ്റ്റിൽ അലഹബാദ് കോടതിയിൽ അവർ ആ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ സുപ്രിയ വർമ്മ എന്ന ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷക ഒരു മാധ്യമത്തിനോട് അല്ലെങ്കിൽ ഒരു വീക്ക്ലിയോട് തുറന്നു പറഞ്ഞ ചില സത്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് 2003 ഈ ഗവേഷക സംഘം ബാബരി മസ്ജിദിന്റെ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെടുത്തതും തിരിച്ചറിഞ്ഞതുമായ സത്യങ്ങൾ അല്ലെങ്കിൽ അത് അസത്യമാണ് എന്ന രീതിയിലുള്ള ഒരു വാദമാണ് സുപ്രിയ വർമ്മ ഉന്നയിച്ചിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ബാബരി മസ്ജിദിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള ഒരു മതിൽ, അതായത് 2003 BR മണിയുടെ ഗവേഷക സംഘം കണ്ടെത്തിയ കാര്യങ്ങളാണ് പറയുന്നത്. അയോധ്യയുടെ ഭൂമിയിലുള്ള ബാബരി മസ്ജിദിൽ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന ഒരു മതിൽ അത് ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. 50ഓളം വരുന്ന പില്ലറുകൾ അത് പഴയകാലത്തെ ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്ന ഒരു സൂചനയാണ് BR മണിയുടെ നേതൃത്വത്തിൽ 2003 പരിശോധിച്ച സംഘം പറയുന്നുള്ളത്. ഒപ്പം അതിനോട് കൂട്ടി പറയുന്ന ഒരു കാര്യമാണ് മണ്ണിൽ നിന്നും, അതായത് ആ പരിസരങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിന്റെ കുറച്ച് അംശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. 1940 തുടർന്ന ഈ വിവാദം 1992 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതോടുകൂടിയും തുടർന്നുകൊണ്ടിരിക്കുന്ന സത്യത്തിന് പിന്നിലെ ചില കാര്യങ്ങളാണ് സുപ്രിയ വർമ്മ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതായത് 2003 ഗവേഷകരുടെ കണ്ടെത്തലുകളൊക്കെ പൊള്ളയാണെന്ന വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ആ മതിൽ ഇസ്ലാമിക നിയമപ്രകാരം അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസ നിയമപ്രകാരം കിബില എന്ന് പറയും. അതായത് നമസ്കരിക്കുന്ന ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു മതിലായിരുന്നു അത് എന്നാണ് സുപ്രിയ വർമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തെ ചൂണ്ടിക്കാണിക്കൽ എന്ന് പറയുന്നത് 50ഓളം പില്ലറുകൾ പഴയകാലത്തെ ക്ഷേത്രവുമായി യോജിക്കാത്ത, അതായത് അന്നത്തെ ക്ഷേത്രങ്ങളുടെ പ്ലാനിങ്ങുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നാണ് അതിൽ നിന്ന് സൂചിപ്പിക്കുന്നുള്ളത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ആ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ക്ഷേത്രത്തിന്റെ അംശങ്ങൾ മണ്ണിൽ നിന്ന് ലഭിച്ചതല്ല, പള്ളിയുടെ മുകൾ ഭാഗത്തു നിന്ന് ലഭിച്ചതാണ്. സുപ്രിയ വർമ്മയെ പോലെയുള്ളവരും അതുപോലെ തന്നെ ജയമോഹനെ പോലെയുള്ളവരും കണ്ടെത്തിയ സത്യങ്ങൾ കൃത്യമായി പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ കളിച്ചത് ആര് എന്നുള്ള വ്യക്തത ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. 2003 NDA സർക്കാരിന് അനുകൂലമായി റിപ്പോർട്ട് സമർപ്പിച്ച BR മണിയെ നാഷണൽ മ്യൂസിയത്തിന്റെ ഡയറക്ടറായി നരേന്ദ്രമോദി സർക്കാർ നിയോഗിക്കുന്നു. വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2003 അവിടെ ക്ഷേത്രമായിരുന്നു ഉണ്ട് എന്ന റിപ്പോർട്ട് സമർപ്പിച്ച BR മണിയെ 2016 നരേന്ദ്രമോദി സർക്കാർ നാഷണൽ മ്യൂസിയത്തിന്റെ ഡയറക്ടറായി ചുമതലപ്പെടുത്തുന്നു. സത്യങ്ങളുടെ ചുരുക്കങ്ങൾ അവിടെയുണ്ട് എന്നാണ് സുപ്രിയ വർമ്മ ചൂണ്ടിക്കാണിക്കുന്നുള്ളത്.
വ്യക്തമായി പറഞ്ഞാൽ നടന്നത് വലിയ ചില തട്ടിപ്പുകളാണ്. തോൽപ്പിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയുടെ മതേതരത്തിനെയാണ്. ഇന്നും അവർ ഞെളിഞ്ഞു നടക്കുന്നുണ്ട്. ഒന്നും ചെയ്യാനാവില്ല എന്ന വിശ്വാസത്തോടു കൂടി അവരെ ഇന്നും ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കളങ്കം പുരണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ നമുക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ ബാബർ ക്ഷേത്രത്തെ തകർത്തിട്ടില്ല എന്ന വാദം സുപ്രിയ വർമ്മയുടെ കണ്ടെത്തലുകളിൽ നിന്ന് വ്യക്തമാണ്. ആരാണ് ബാബരി മസ്ജിദ് തകർക്കാൻ ശ്രമിച്ചതെന്നും അത് തകർത്താലുള്ള ലാഭം എന്താണ് എന്നുള്ളതും പൊതുജനം ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.